ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷടൈം. നമ്മളിന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ, വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയ, ചോറിനൂടെ കഴിക്കാൻ പറ്റിയ ഒരു തൈര് മുളകിട്ടതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 1/2 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം രീതിയിലുള്ള പുളിയുള്ള തൈരാണ്. കൂടുതൽ പുളിയുള്ള തൈര് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു മീഡിയം രീതിയിലുള്ള പുളിയുള്ള കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് കേട്ടോ, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു കറിയാണ്. എന്നാൽ മറ്റൊരു കൂട്ടാൻ്റെ ആവശ്യമില്ലാത്ത ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയും കൂടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയും ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാടൻ പച്ചമുളകാണ്, അതുകൊണ്ട് അത്യാവശ്യം എരിയുണ്ട്, അതുകൊണ്ടാണ് 6 എടുത്തത്. എരി ഇല്ലാത്തതാണെങ്കിൽ നമുക്കൊരു 10 വരെ എടുക്കാം. ഇത് ഇതേപോലെ നമുക്ക് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. താഴെ വരെയും വരേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ഈ 6 പച്ചമുളക് നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക. കാര്യം നമ്മളിത് മസാലയ്ക്കകത്തൊക്കെ ഇട്ടൊന്ന് വഴറ്റും, അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കടുക് താളിക്കുക. കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇടണം കേട്ടോ. കായമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വറുത്തൊന്ന് മാറ്റുക. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പച്ചമുളക് സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഈ പച്ചമുളക് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം. അപ്പോൾ പച്ചമുളകിൻ്റെ കളറെല്ലാം ഇങ്ങനെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കായത്തിൻ്റെയൊക്കെ ഒരു മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പച്ചമുളകിൽ ഇതെല്ലാം നന്നായിട്ട് പിടിക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞു, നമ്മുടെ പണി കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, എന്നാൽ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. കാര്യം അധികം എരിയൊന്നുമില്ല. പച്ചമുളക് കറിയും തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര എരിയാണെന്ന്. പക്ഷേ അങ്ങനെ എരിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം എരിയുണ്ട് താനും. അങ്ങനെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചേന ഫ്രൈ അല്ലെങ്കിൽ ചേന മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇത് രണ്ടും മാത്രം മതി ചോറ് നമ്മൾ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ കഴിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ നൊയമ്പൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൊക്കെ മീനും ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ചോറിൽ കറി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പച്ചമുളക് എടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഉടച്ച് നന്നായിട്ട്, എന്നിട്ട് കുറച്ച് മെഴുക്കുവരട്ടിയും കൂടെ എടുത്തൊന്ന് കഴിക്കുക. ആഹാ, ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.